Hi students, welcome to today's chemistry class, Organic Chemistry, some basic principles and techniques, part 5. Organic chemistry, organic reaction. Organic reactions are chemical reactions involving organic compounds. The basic organic chemistry reaction types are addition reaction, elimination reaction, substitution reaction, അങ്ങനെ പലതരത്തിലുള്ള reactions ആണുള്ളത്. നമുക്ക് ഓർഗാനിക് റിയാക്ഷൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ റിയാക്ഷൻസ്. ഓർഗാനിക് റിയാക്ഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് കാറ്റഗറീസ്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പകരം മറ്റൊരാൾ വരുന്ന പോലെയുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അഡീഷൻ റിയാക്ഷൻ, എലിമിനേഷൻ റിയാക്ഷൻ, റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻസ്. ഇതാണ് മെയിൻ ടൈപ്പ് റിയാക്ഷൻസ് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ. ആദ്യത്തെ റിയാക്ഷനായ നമുക്ക് അഡീഷൻ റിയാക്ഷൻ നോക്കാം. അഡീഷൻ റിയാക്ഷൻ എന്തായിരിക്കും? അഡീഷൻ റിയാക്ഷൻ ദീസ് ടു റിയാക്റ്റൻസ്, എഥിലീൻ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഥിലീൻ പ്ലസ് HBr, ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് ബ്രോമോ ഈഥേൻ കിട്ടുന്നു. ഇവിടെ പ്രൊഡക്റ്റിൽ നിങ്ങൾ നോക്കണം, ഡബിൾ ബോണ്ട് ഒന്നുമില്ല അല്ലേ. അതായത് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്ത് അതെല്ലാം സിംഗിൾ ബോണ്ടായി മാറി. അതാണ് ആഡ് ചെയ്യുക. ഡബിൾ ബോണ്ടിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് സിംഗിൾ ബോണ്ട് ആക്കി മാറ്റുന്നു. ആഡ് ടു ഗീവ് ദിസ് പ്രൊഡക്റ്റ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് അഡീഷൻ റിയാക്ഷൻ. ആഡ് ചെയ്ത് ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ളത് ബ്രേക്ക് ചെയ്തിട്ട് അത് സിംഗിൾ ബോണ്ട് ആയിട്ട് മാറി ആഡ് ചെയ്യുകയാണ്. ആറ്റംസ് ആഡ് ടു എ ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്, ആൽക്കീൻ ഓർ ആൽക്കൈൻ അണ്ടർഗോസ് അഡീഷൻ റിയാക്ഷൻ ടു ബ്രേക്ക് എ ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്. നമുക്കിവിടെ കാണാം ഡബിൾ ബോണ്ട് കാർബണിൻ്റെ ബ്രേക്ക് ചെയ്തിട്ട് എക്സും വൈയും അങ്ങോട്ട് വന്ന് അവിടെ വന്ന് കാർബണോട് കൂടി അറ്റാച്ച് ചെയ്യണം. ഇതാണ് അഡീഷൻ റിയാക്ഷൻ. റിയാക്ഷൻ XY ആഡ് ടു ആൽക്കീൻ മേക്ക് ആൽക്കൈൻ, ആൽക്കീനെ ആൽക്കൈൻ ആക്കി മാറ്റുന്നു. അതായത് ഡബിൾ ബോണ്ട് ഉള്ളതിനെ സിംഗിൾ ബോണ്ട് ആക്കി മാറ്റുന്നു. അതാണ് അഡീഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ. അടുത്ത അഡീഷൻ റിയാക്ഷൻ, ടു മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് സിംഗിൾ ബോണ്ട് ഉണ്ടാകുന്നു. ഓക്കെ, അടുത്താണ് എലിമിനേഷൻ റിയാക്ഷൻ. എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എലിമിനേറ്റ് ചെയ്യുക, നമ്മൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അതിനെ മാറ്റിക്കളയുക, അതാണ് അർത്ഥം എലിമിനേഷൻ. ഇവിടെ നമുക്ക് കാണാം എഥനോൾ ഒരു ആൽക്കഹോളാണ്. അതിനകത്തോട്ട് ഒരു ആസിഡ് കാറ്റലിസ്റ്റ് വന്നാൽ ആ എഥനോളിനകത്തെ H2O അങ്ങ് മാറിപ്പോകും. H2O മാറിപ്പോകുമ്പോൾ OHും Hും രണ്ട് കാർബണേലയാണ്. അതിൽ മാറിപ്പോകുമ്പോൾ ഇവിടെ നമുക്കത് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ടായി മാറുന്നു. അങ്ങനെ എലിമിനേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ സിംഗിൾ ബോണ്ട് ആയിട്ടുള്ളത് ഡബിൾ ബോണ്ടായിട്ട് ഇവിടെ നമ്മൾ കാണുകയാണ്. എഥനോൾ എഥിലീനായി മാറുന്നു. അതൊരു എലിമിനേഷൻ റിയാക്ഷനാണ്. വൺ റിയാക്റ്റൻ്റ് ടു പ്രൊഡക്റ്റായി മാറുന്നു. വൺ റിയാക്റ്റൻ്റ് ടു പ്രൊഡക്റ്റായി മാറുന്നതാണ് നമുക്ക് എലിമിനേഷൻ റിയാക്ഷൻ. അത് കാണുന്നത് ചെറിയ ചെറിയ മോളിക്യൂൾസ് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. അടുത്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ മീഥേൻ, ഇതൊരു മീഥേനാണ്. അതിനകത്തോട്ട് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ, ഹൈഡ്രജനെ മാറ്റിയിട്ട് ഹൈഡ്രജന് പകരം ഇവിടുത്തെ ക്ലോറിൻ അങ്ങ് വരിക. അതാണ് ഒരാൾക്ക് പകരം വേറൊരാൾ വരുന്നു, നമുക്ക് ക്ലോറോ മീഥേൻ കിട്ടുന്നു. ഇതൊരു സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്റ്റാണ്. ഇവിടെ നമുക്ക് മീഥേൻ ക്ലോറോ മീഥേൻ ആകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. അടുത്താണ് റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷൻസ്. ഓർഗാനിക് മോളിക്യൂളാണിത്, 1-butene. ആ ഓർഗാനിക് മോളിക്യൂളിനകത്തെ കാർബണിൻ്റെ ഒരു ബ്രാഞ്ചിങ് ആണ് CH3CH2. ആ CH3CH2വിനെ റീഅറേഞ്ച് ചെയ്യുകയാണ്. റീഅറേഞ്ച് ചെയ്യുമ്പോൾ അത് CH3 ഇവിടുത്തെ ഹൈഡ്രജൻ്റെ കൂടെ CH2 പോയിട്ട് CH3 ആകുന്നു. അന്നേരം അവിടെ നമുക്ക് എന്താണ് ലഭ്യമാകുന്നത്? അവിടെ 1-butene അത് 2-buteneആയി മാറുന്നു. അങ്ങനെ റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷനകത്തോടെ ഐസോമറിക് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. ഐസോമറിക് പ്രൊഡക്റ്റാണ് 1-butene 2-butene, ഇത് രണ്ടും ഐസോമറിക് പ്രൊഡക്റ്റാണ്. റീഅറേഞ്ച്മെൻറ്റ് റിയാക്ഷനെ മോളിക്യൂൾ അണ്ടർഗോസ് ചേഞ്ചസ് ഇൻ ദ വേ ഇറ്റ് ആർ കണക്റ്റഡ്. നമുക്കിപ്പോൾ ഒരു കൺസെപ്റ്റ് ഉണ്ടായിട്ടുണ്ട്, എന്താണ് റീഅറേഞ്ച്, എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ, അഡീഷൻ റിയാക്ഷൻ, ഓർഗാനിക് മോളിക്യൂൾസ് കാണിക്കുന്ന റിയാക്ഷൻസ് ഒക്കെയാണ് ഇത്. ഇനി നമ്മുടെ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഇത് പ്യൂരിഫൈ ചെയ്യണം, ശുദ്ധീകരിക്കണം. പലതരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിട്ടുണ്ട് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത്. നമുക്കത് പ്യൂരിഫൈ ചെയ്യുന്ന ശരിയായിട്ടുള്ള ഫിനോളായിട്ട് തന്നെ എടുക്കണം. അത് അതിന് ഫിനോളിനകത്ത് വേറെ ഇമ്പ്യൂരിറ്റീസ് കാണും, അതിനെയൊക്കെ മാറ്റി ആ ഫിനോൾ എന്ന ഓർഗാനിക് കോമ്പൗണ്ട് പ്യൂർ ആക്കി എടുക്കണമെങ്കിൽ അതിന് പ്യൂരിഫിക്കേഷൻ, പലതരത്തിലുള്ള പ്യൂരിഫിക്കേഷൻ മെത്തേഡുണ്ട്. നമുക്കിവിടെ നോക്കാം. പല ടെക്നിക്സ് ഉണ്ട് പ്യൂരിഫിക്കേഷന്. ഒന്നാമത്തെ ടെക്നിക്കാണ് സബ്ലിമേഷൻ, അടുത്ത ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ ആൻഡ് ക്രോമാറ്റോഗ്രാഫി. ഇങ്ങനെ പല വിധത്തിലുള്ള ടെക്നിക്സ്, അതായത് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ ടെക്നിക്സ് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നു. Once an organic compound is extracted from a natural source or synthesis in the lab, it is essential to purify it.
Various methods used for the purification of organic compounds are based on the nature of the compound and the impurity present in it. Okay, ഇതാണ് മെത്തേഡ്സ് ഓഫ് പ്യൂരിഫിക്കേഷൻ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ മെത്തേഡാണ് സബ്ലിമേഷൻ. എന്താണ് സബ്ലിമേഷൻ? ഇവിടെ ഡ്രൈ കാർബൺ ഡൈ ഓക്സൈഡ്, ഡ്രൈ ഐസ് എന്ന് പറയും. ഡ്രൈ ഐസ്, carbon dioxide is a common example of a chemical compound that sublimate at atmospheric pressure. Dry ice at room temperature, ഇത് ഡ്രൈ ഐസ് ആണ്, റെഫ്രിജറൻ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആൻഡ് 1 atmospheric pressure will turn into gas with a liquid. നമുക്ക് ഈ സോളിഡ് ഡ്രൈ ഐസ് റൂം ടെമ്പറേച്ചറിനകത്ത് അത് എന്തായി മാറുന്നു? അത് ഗ്യാസായി മാറുന്നു. അതാണ് ഈ കാണുന്നത്, പുക പൊങ്ങുന്ന പോലെ കണ്ടോ, ഫ്യൂംസ്. അന്നേരം ഡ്രൈ ഐസ് ഒരു സബ്ലിമേഷൻ വിധേയമാകുന്ന കോമ്പൗണ്ടാണ്. എന്നാൽ എന്താണ് സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ? സബ്ലിമേഷൻ ഇസ് എ പ്രോസസ് ദ സോളിഡ് സബ്സ്റ്റൻസ് ചേഞ്ചസ് ഫ്രം സോളിഡ് ടു വേപ്പർ form without going to the liquid state. It is used to separate sublimate compound from one insoluble impurities. അന്നേരം ഇവിടെ സോളിഡ് നേരെ ഗ്യാസായി മാറുകയാണ്, ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് പാസ് ചെയ്യാതെ നേരെ ഗ്യാസായി മാറുന്ന ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് സബ്ലിമേഷൻ. ഓക്കെ, എക്സാമ്പിൾ ഓർക്കുക, ഡ്രൈ ഐസ്. വാട്ട് ഈസ് അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് സബ്ലിമേഷൻ? നമ്മൾ ഈ സബ്ലിമേഷന് ഓർഗാനിക് കോമ്പൗണ്ട്സിന് വിധേയമാക്കുന്ന ഈ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ലാബിലെ പ്രോസസ്സാണ് ഇതൊക്കെ. നമുക്കിവിടെ കാണാം, സബ്ലിമേഷൻ സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. സബ്ലിമേഷൻ ഈസ് ലൈക്ക് എ ഡിസ്റ്റിലേഷൻ തിളപ്പിക്കുക എന്നുള്ളതാണ്. വിച്ച് ഇറ്റ് ഇൻവോൾവ്സ് ഹീറ്റിംഗ് ദ കോമ്പൗണ്ട് at low pressure from one apparatus and condensing into another to purify. Distillation പോലെ തന്നെയാണ്, ഹീറ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക കണ്ടീഷനുണ്ട്, ലോ പ്രഷറിലായിരിക്കണം. അപ്പോൾ നമുക്ക് വേറൊരു അപ്പാരറ്റസിനകത്ത് അത് കണ്ടൻസ് ചെയ്ത് കിട്ടും. ഇവിടെ നമുക്ക് ഡിസ്റ്റിലേഷൻ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ആ ഡിസ്റ്റിലേഷനകത്തും ഹീറ്റ് കൊടുക്കുകയാണ് ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത്. അത് വേപ്പേഴ്സ് ആയിട്ട് മാറിയിട്ട് അത് പ്യൂരിഫൈ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് സബ്ലിമേഷനും. സബ്ലിമേഷൻ ഈസ് ലൈക്ക് ഡിസ്റ്റിലേഷൻ. അടുത്ത പ്യൂരിഫൈ മെത്തേഡാണ് ക്രിസ്റ്റലൈസേഷൻ. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയുള്ളതാണ്? ഓരോ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ നേച്ചർ അനുസരിച്ച് അതിന് പ്യൂരിഫിക്കേഷൻ മെത്തേഡ് മാറുന്നുണ്ട്. ക്രിസ്റ്റലൈസേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ സോളിബിലിറ്റീസ് ഓഫ് ദ കോമ്പൗണ്ട് ആൻഡ് ദ ഇംപ്യൂരിറ്റീസ് ഇൻ എ സ്യൂട്ടബിൾ സോൾവെന്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ഇൻ ദ സോളിബിലിറ്റീസ് ഓഫ് ദ കോമ്പൗണ്ട് ആൻഡ് ദ ഇംപ്യൂരിറ്റീസ് ഇൻ എ സ്യൂട്ടബിൾ സോൾവെന്റ്. നമുക്ക് ഒന്ന് പഠിക്കാം. ക്രിസ്റ്റലൈസേഷൻ is a common technique used to purify solidsനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ക്രിസ്റ്റലൈസേഷൻ ഉപയോഗിക്കുന്നത്. ഓർക്ക് സോളിഡ്സിന് ഇവിടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്, നമ്മുടെ ഇംപ്യൂർ സോളിഡ് എടുത്തു. ഏത് വസ്തുവിനെയാണ് നമുക്ക് ശുദ്ധീകരിക്കേണ്ടത്? അതിനെ ഒരു സോൾവെന്റിൽ എടുക്കുകയാണ്. സോൾവെന്റ് സ്റ്റിർ ടു ഡിസോൾവ് സോളിഡ്. ഈ സോളിഡ് ഇവിടെ ഈ സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്തു പോകും. ദി ഇംപ്യൂർ സോളിഡ് ഈസ് ഡിസോൾവ് ഇൻ എ സോൾവെന്റ്. നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ്, ഇംപ്യൂർ സോളിഡിനെ ഒരു സോൾവെന്റിനകത്ത് ലയിപ്പിക്കുന്നു. സ്റ്റെപ്പ് 2 എന്താണെന്ന് വെച്ചാൽ ദ സൊല്യൂഷൻ ഈസ് ഹീറ്റഡ് ടു ഇവാപ്പറേറ്റ് മോസ്റ്റ് ഓഫ് ദ സോൾവെന്റ്. രണ്ടാമത് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്ത് ഇതൊരു സൊല്യൂഷനായി, സോളിഡ് പ്ലസ് സോൾവെന്റ് ഒരു സൊല്യൂഷനായി അതിനെ ഹീറ്റ് ചെയ്യുന്നു, ഇവാപ്പറേറ്റിംഗ് ചെയ്യുകയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ദ ഹോട്ട് സൊല്യൂഷൻ ഈസ് അലൗഡ് ടു കൂൾ. ദ സോളിഡ് അപ്പിയേഴ്സ് ടു ബി പ്യുവർ ക്രിസ്റ്റൽ. ഇനി നമ്മളിതിനെ ചൂടാക്കി അതിനെ നമ്മൾ തണുപ്പിക്കാൻ വെക്കുകയാണ്. തണുപ്പിക്കാൻ വെക്കുമ്പോൾ ഈ നമ്മുടെ സോളിഡ് ഒരു പ്യുവർ ക്രിസ്റ്റലായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുവാണ്. അതായത് സോളിഡ് തിരിച്ച് സോൾവെന്റിൽ നിന്ന് സൊല്യൂട്ട് എന്നുള്ള പോലെ അത് മാറുവാണ്, അത് ക്രിസ്റ്റലൈസ് ചെയ്യുകയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റും തണുപ്പിക്കുമ്പോൾ. അടുത്ത സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ ദ കോൾഡ് സൊല്യൂഷൻ ഈസ് poured into അത് കഴിഞ്ഞിട്ട് അതിന് നമ്മൾ ഈ നമ്മുടെ സോളിഡിനെ ക്രിസ്റ്റലൈസ് ചെയ്ത സോളിഡ് നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. വേർതിരിച്ച് ഫിൽറ്റർ പേപ്പറിലൂടെ വേർതിരിച്ച് എടുക്കുകയാണ്. ഇതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോമൺ ടെക്നിക് ഫോർ പ്യൂരിഫൈ സോളിഡ്സ് ആണ്. എന്താണ് ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നത്? അതിന് ഇംപ്യൂർ സോളിഡിനെ ഒരു പ്രോപ്പറായ സോൾവെന്റിൽ ലയിപ്പിച്ച് ചൂടാക്കി അതിനെ തണുപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇംപ്യൂർ സോളിഡ് പ്യുവർ സോളിഡായിട്ട് ക്രിസ്റ്റലൈസ് ചെയ്യുന്നു. അതിന് നമ്മൾ ഫിൽറ്റർ പേപ്പർ വെച്ച് നമ്മളതിനെ അരിച്ചെടുക്കുന്നു. ഓക്കെ, നമുക്ക് പ്യുവർ ആയിട്ടുള്ള സോളിഡ് കിട്ടുന്നു. അടുത്ത ഓർഗാനിക് കോമ്പൗണ്ട് പ്യൂരിഫൈ ചെയ്യുന്ന മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഡിസ്റ്റിലേഷൻ ഉണ്ട്. ദിസ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഈസ് യൂസ് ടു സെപ്പറേറ്റ് വോളറ്റൈൽ ലിക്വിഡ്സ് ഫ്രം നോൺ വോളറ്റൈൽ ലിക്വിഡ്. വോളറ്റൈലും നോൺ വോളറ്റൈലും ഇവാപ്പറേറ്റ് ആകാത്തതും ആൻഡ് ദ ലിക്വിഡ്സ് ഹാവിങ് സഫിഷ്യൻറ്റ് ഡിഫറൻസ് ഇൻ ദർ ബോയിലിംഗ് പോയിന്റ്. ചില ലിക്വിഡ്സിന് വളരെ ബോയിലിംഗ് പോയിന്റ് ഒത്തിരി വ്യത്യാസമുള്ളതിനെയൊക്കെ അങ്ങനെ
അങ്ങനെ പലതരത്തിലുള്ള സൊല്യൂഷനെ പല ടൈപ്പായിട്ട് തിരിച്ചിട്ടാണ് ഡിസ്റ്റിലേഷൻ നടത്തുന്നത്. Distillation is used to purify a compound by separating it from a non-volatile or less volatile material. When different compounds in a mixture have different boiling points, they separate into individual components when the mixture is carefully distilled. നമുക്കിവിടെ ഇംപ്യൂർ ലിക്വിഡിനെ ബോയിൽ ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മൾ അതിനെ നീരാവിയായി അതിൻ്റെ വേപ്പേഴ്സായിട്ട് മാറുന്നു. അതിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് അവസാനം നമ്മൾ അതിനെ ഈ ട്യൂബിലൂടെ ട്യൂബിലൂടെ കൊണ്ടുവന്ന് നമ്മളതിനെ ഡിസ്റ്റിൽഡ് ലിക്വിഡായി മാറ്റി വേറൊരു അപ്പാരറ്റസിൽ ശേഖരിക്കുന്നു. അതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഡിസ്റ്റിലേഷൻ ഈസ് യൂസ് ടു പ്യൂരിഫൈ എ കോമ്പൗണ്ട് സെപ്പറേറ്റിംഗ് ഇറ്റ് ഫ്രം എ നോൺ വോളറ്റൈൽ ഓർ ലെസ് വോളറ്റൈൽ മെറ്റീരിയൽ. ഇമ്പ്യൂരിറ്റീസ് നമുക്കിവിടെ ഇവിടെ കിടക്കും, ബാക്കി അത് നമ്മുടെ ഏത് വസ്തുവിനെയാണ് പ്യൂരിഫൈ ചെയ്യുന്ന ആ വസ്തു നമുക്കിവിടെ ഡിസ്റ്റിൽഡ് ലിക്വിഡായിട്ട് ലഭ്യമാകുന്നു. അതിൽ ഡിസ്റ്റിലേഷനകത്തുള്ളതാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ. പല ഡിസ്റ്റിലേഷൻ ഉണ്ട്, പല നേച്ചർ അനുസരിച്ചാണ് ഓർഗാനിക് കോമ്പൗണ്ട് ഡിസ്റ്റിലേഷൻ തീരുമാനിക്കുന്നത്. സിമ്പിൾ ഡിസ്റ്റിലേഷൻ എന്നാൽ എന്തെന്ന് നമുക്ക് നോക്കാം. The vapors of a substance formed are condensed and the liquid is collected into a conical flask. ഏത് വസ്തുവിനെയാണോ നമ്മൾ ശുദ്ധീകരിക്കേണ്ടത് ആ വസ്തുവിനെ നമ്മളൊരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനകത്ത് ഇടുന്നു. അതിനെ ഹീറ്റ് കൊടുക്കുമ്പോൾ വേപ്പേഴ്സ് വരുന്നു, അത് കണ്ടൻസറിലൂടെ കടന്നു പോയിട്ട് അത് നമുക്ക് ലിക്വിഡ് സബ്സ്റ്റൻസ് ആയിട്ട് നമുക്കത് വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്നു. ഇതാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ദ വേപ്പേഴ്സ് ഓഫ് എ സബ്സ്റ്റൻസ് ഫോംഡ് ആർ കണ്ടൻസ്ഡ് ആൻഡ് ദ ലിക്വിഡ് ഈസ് കളക്റ്റഡ് ഇൻ എ കോണിക്കൽ ഫ്ലാസ്ക്. ഇതാണ് കോണിക്കൽ ഫ്ലാസ്ക്. ഇവിടെ നമുക്ക് പ്യുവർ ലിക്വിഡിനെ കിട്ടുന്നു. ഇമ്പ്യൂരിറ്റീസ് ഇവിടെ ആകുന്നു. ഇമ്പ്യൂരിറ്റീസ് ഇവിടെ അവശേഷിപ്പിച്ച് ലിക്വിഡ് വേപ്പേഴ്സ് ആയിട്ട് പോകുന്ന നമുക്ക് ശുദ്ധമായ പ്യുവർ ലിക്വിഡ് ഇവിടെ കിട്ടുന്നു. നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലോറോഫോമിൻ്റെ ബോയിലിംഗ് പോയിന്റ് 334 കെൽവിനാണ്. ക്ലോറോഫോം. അനിലിൻ അടുത്ത ഓർഗാനിക് കോമ്പൗണ്ടാണ്. അനിലിൻ്റെ ബോയിലിംഗ് പോയിന്റ് 457 ഇപ്പം നമ്മുടെ ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് കൺസിഡർ നല്ല വ്യത്യാസമുണ്ട് അല്ലേ. 334 ക്ലോറോഫോമിന്, അനിലിന് 457. അങ്ങനെയുള്ള രണ്ട് ഓർഗാനിക് കോമ്പൗണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ഈസിലി സെപ്പറേറ്റ് ചെയ്യണം, ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്യണം. ക്ലോറോഫോമിൻ്റെ അനിലിൻ്റെയും മിക്സറിൽ നിന്ന് നമുക്ക് ക്ലോറോഫോമിനെയും അനിലിനെയും നമ്മൾ വേർതിരിച്ചെടുക്കാൻ പോവാം. അതിനുവേണ്ടി നമ്മൾ ഡിസ്റ്റിലേഷൻ നടക്കുകയാണ്. ഡിസ്റ്റിലേഷൻ നടക്കുമ്പോൾ ദി ലിക്വിഡ് മിക്സർ ഈസ് ടേക്കൺ ഇൻ റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. ഇപ്പം നമ്മളിവിടെ ഈ RB ഫ്ലാസ്ക് റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനകത്ത് എടുത്തിരിക്കുന്നത് ക്ലോറോഫോമും അനിലിനും കൂടെ എടുത്തിരിക്കുകയാണ്. ഹീറ്റ് കൊടുക്കുന്നു. ഹീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഓൺ ബോയിലിംഗ് ദ വേപ്പേഴ്സ് ഓഫ് ലോവർ ബോയിലിംഗ് കമ്പോണൻറ്റ് ആർ ഫോംഡ് ഫസ്റ്റ്. വേപ്പേഴ്സ് ഓഫ് ലോവർ ബോയിലിംഗ് പോയിന്റ് പെട്ടെന്ന് തിളയ്ക്കുന്ന ആരായിരിക്കും? ഇവിടെ ക്ലോറോഫോം 334 ബോയിലിംഗ് പോയിന്റ്, അനിലിൻ്റെ ബോയിലിംഗ് പോയിന്റ് 457. അന്നേരം പെട്ടെന്ന് ആദ്യം ക്ലോറോഫോമാണ് തിളയ്ക്കുന്നത്. തിളച്ചിട്ട് ക്ലോറോഫോമിൻ്റെ വേപ്പേഴ്സ് ഇങ്ങനെ അങ്ങ് പൊങ്ങുന്നു. പൊങ്ങിക്കഴിഞ്ഞിട്ട് ഓൺ ബോയിലിംഗ് ദ വേപ്പേഴ്സ് ഓഫ് ലോവർ ബോയിലിംഗ് കമ്പോണൻസ് ആർ ഫോംഡ് ഫസ്റ്റ്. ദ വേപ്പേഴ്സ് ആർ കണ്ടൻസ്ഡ് ബൈ യൂസിങ് എ കണ്ടൻസർ ആൻഡ് ദ ലിക്വിഡ് ഇസ് കളക്റ്റഡ് ഇൻ എ റിസീവർ. നമുക്കിവിടെ ക്ലോറോഫോമിനെ ഇവിടെ കിട്ടുന്നു. ദ വേപ്പേഴ്സ് ഓഫ് ഹയർ ബോയിലിംഗ് കമ്പോണൻറ്റ് ഫോം ലേറ്റർ ആൻഡ് ദ ലിക്വിഡ് ക്യാൻ ബി കളക്റ്റഡ് സെപ്പറേറ്റ്ലി. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബോയിലിംഗ് പോയിന്റ് 457 അനിലിൻ തിളയ്ക്കത്തുള്ളൂ. അന്നേരം അത് ക്ലോറോഫോമിൽ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അനിലിനെ കളക്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ക്ലോറോഫോമും അനിലിനും കൂടെ നമുക്ക് സിമ്പിൾ ഡിസ്റ്റിലേഷൻ വഴി അതിനെ പ്യൂരിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. ക്ലോറോഫോമിൻ്റെയും ബോയിലിംഗ് പോയിന്റ് 334 കെൽവിനാണ്, അനിലിൻ്റെ ബോയിലിംഗ് പോയിന്റ് 457 കെൽവിനാണ്. നല്ല വ്യത്യാസമുണ്ട്. അന്നേരം ആ വ്യത്യാസം കാരണം ആദ്യം കുറവുള്ള ബോയിലിംഗ് പോയിന്റ് ഉള്ളത് പെട്ടെന്ന് തിളച്ച് അതിൻ്റെ വേപ്പേഴ്സ് ഇവിടെ വന്നു നമുക്ക് അതിനെ കളക്ട് ചെയ്തെടുക്കാം. അതാണ് ക്ലോറോഫോം. അത് കഴിഞ്ഞാണ് അനിലിൻ പിന്നീട് എടുക്കുന്നത്. അടുത്ത മെത്തേഡാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഇസ് ദ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് എ മിക്സ്ചർ ഇൻടു ഇറ്റ്സ് കമ്പോണന്റ് പാർട്സ്. This is done by boiling the mixture and separating the product by their varying boiling points. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വേറൊരു ടൈപ്പ് ഡിസ്റ്റിലേഷനാണ്. ആ ഡിസ്റ്റിലേഷനകത്ത് ചെയ്യുന്നതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ മിക്സ്ചറിനെ അതിനെ കമ്പോണൻസ് ആയിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ദിസ് ഈസ് ഡൺ ബൈ ബോയിലിംഗ് ദ മിക്സ്ചർ ആൻഡ് സെപ്പറേറ്റിംഗ് ദ പ്രൊഡക്റ്റ് ബൈ ദെയർ വേരിങ് ബോയിലിംഗ് പോയിന്റ്സ്. ബോയിലിംഗ് പോയിന്റ് ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ ഫ്രാക്ഷനേറ്റിംഗ് ഡിസ്റ്റിലേഷനകത്ത് അതിൻ്റെ ഫ്രാക്ഷണൽ കോളത്തിന് വ്യത്യാസമുണ്ട്. ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ഫ്രാക്ഷനേറ്റിംഗ് കോളം, ഈ കോളത്തിന് വ്യത്യാസമുണ്ട്. ഇവിടെ ഫ്രാക്ഷനേറ്റിംഗ് കോളം സിമ്പിൾ ഡിസ്റ്റിലേഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദി ചോയ്സ് ഓഫ് വെദർ ടു യൂസ് സിമ്പിൾ ഓർ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ then depends usually on the difference in boiling temperature between the two liquids. If there is a large difference in the boiling point between the two liquids, then simple distillation. നമ്മളിപ്പം കണ്ടു അനിലിനും ക്ലോറോഫോമും വേർതിരിച്ചെടുക്കുന്നത് കണ്ടല്ലേ.
അനിലിനും ക്ലോറോഫോമും വേർതിരിച്ചെടുക്കുന്ന ആ പ്രോസസ്സ് നമുക്ക് സിമ്പിൾ ഡിസ്റ്റിലേഷനായിട്ട് എടുക്കും. കാരണം അവയുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 70 ഡിഗ്രി സെൻറ്റിഗ്രേഡിനേക്കാളും കൂടുതലുണ്ട് ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ്. എന്നാൽ വേപ്പേഴ്സ് ഓഫ് ദി ലിക്വിഡ് വിത്ത് ഹയർ ബോയിലിംഗ് പോയിന്റ് കണ്ടൻസ് നമുക്കിവിടെ ഉപയോഗിക്കാവുന്ന നമുക്ക് അടുത്ത ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനകത്ത് ഉപയോഗിക്കാവുന്ന ലിക്വിഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഏകദേശം ഒരുപോലെയുള്ള ലിക്വിഡ്സ്. ഫോർ എക്സാമ്പിൾ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രിയാണ്, ആൽക്കഹോളിൻ്റെ 78.37 ഡിഗ്രിയാണ്. അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. 78.37 ഡിഗ്രിയാണ് ആൽക്കഹോളിൻ്റെ. അങ്ങനെയാണെങ്കിൽ അധികം വ്യത്യാസമില്ല. ഇപ്പം നമ്മൾ സിമ്പിൾ ഡിസ്റ്റിലേഷന് ലാർജ് ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഉള്ളതിനെയാണ് സിമ്പിൾ ഡിസ്റ്റിലേഷൻ. ഇത് അതായത് 70 ഡിഗ്രി എന്നുള്ളതാണ് കൂടുതൽ. ഇവിടെ നമുക്കറിയാം 78.37 എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് ഒരു 20 ആ ഒരു വ്യത്യാസമുള്ളൂ. അതിന് അങ്ങനെയുള്ള ലിക്വിഡ്സിനെ വേർതിരിക്കാൻ വേണ്ടി നമുക്ക് എടുക്കാവുന്നതാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനകത്ത് നമ്മൾ ആൽക്കഹോളും വെള്ളവും കൂടെ എടുക്കുക. ആൽക്കഹോളിനാണ് ബോയിലിംഗ് പോയിന്റ് കുറവ് 78.37 ഡിഗ്രി, വെള്ളത്തിന് 100 ഡിഗ്രിയുണ്ട്. ഇത് രണ്ടും കൂടെ ഇവിടെ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആദ്യം ആൽക്കഹോള് ഇവിടെ ആദ്യം വേപ്പേഴ്സ് ആയിട്ട് വരുന്നു. അതിനെ കണ്ടൻസ് ചെയ്ത് നമുക്ക് ആൽക്കഹോളിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നു. വേപ്പേഴ്സ് ഓഫ് ദ ലിക്വിഡ് വിത്ത് ഹയർ ബോയിലിംഗ് പോയിന്റ് കണ്ടൻസ് ബിഫോർ ദ വേപ്പേഴ്സ് ഓഫ് ദ ലിക്വിഡ് വിത്ത് ലോവർ ബോയിലിംഗ് പോയിന്റ്. നമുക്കവിടെ വേപ്പേഴ്സ് ഓഫ് ദ ലിക്വിഡ് വിത്ത് ഹയർ ബോയിലിംഗ് കണ്ടൻസ് ചെയ്യുന്നു. വേപ്പേഴ്സ് ഓഫ് ദ ലിക്വിഡ് വിത്ത് ഹയർ ബോയിലിംഗ് കണ്ടൻസേഷൻ ഇവിടെ ഫ്രാക്ഷനേറ്റ് കോളത്തിലോട്ട് ആ കണ്ടൻസ് ചെയ്തതിനെ വിടുന്നു. ബിഫോർ ദ വേപ്പേഴ്സ് ഓഫ് ദ ലിക്വിഡ് വിത്ത് ലോവർ ബോയിലിംഗ് പോയിന്റ്. അതായത് ലോവർ ബോയിലിംഗ് പോയിന്റ് നമുക്കിവിടെ ആദ്യം കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. ബാക്കി ഹയർ ബോയിലിംഗ് പോയിന്റിന് ഇവിടെ കളക്ട് ചെയ്ത് വെക്കുന്നു, കണ്ടൻസ് ചെയ്ത് വെക്കുന്നു. ലോവർ ബോയിലിംഗ് പോയിന്റ് നമുക്ക് ഈ കോളത്തിലൂടെ കണ്ടൻസിലൂടെ നമുക്ക് കിട്ടി അത് ആൽക്കഹോളാക്കി നമുക്ക് വേർതിരിക്കാം. ഈ ഫ്രാക്ഷനേറ്റിംഗ് ഡിസ്റ്റിലേഷൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഏത് ലിക്വിഡ്സിന് വേണ്ടിയാണ്? ബോയിലിംഗ് പോയിന്റിന് അധികം വ്യത്യാസമില്ലാത്ത ലിക്വിഡ്സിന് വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം വെള്ളവും ആൽക്കഹോളും നമുക്ക് ഇത് വെച്ച് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വെച്ച് ശുദ്ധീകരിക്കാൻ സാധിക്കും. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഇൻവോൾവ് ഇൻ ദ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ? അടുത്താണ് റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറയുന്നത്. റെഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ബോയിൽസ് അറ്റ് എ ടെമ്പറേച്ചർ. ഓരോ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെയും നേച്ചർ അനുസരിച്ചാണ് നമ്മളിവിടെ ഈ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം സിമ്പിൾ ഡിസ്റ്റിലേഷനും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും കണ്ടു. അടുത്താണ് റെഡ്യൂസ്ഡ് പ്രഷർ. എ ലിക്വിഡ് ബോയിൽസ് അറ്റ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഇറ്റ്സ് വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽസ് ടു ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. എപ്പോഴാണ് ഒരു ബോയിൽ ചെയ്യുക എന്ന് പറയുന്നത്? ഒരു ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ ബിക്കം ഈക്വൽ ടു അറ്റ്മോസ്ഫിയർ പ്രഷർ ആകുമ്പോൾ ആ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ബോയിലിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. Thus by decreasing the outer pressure, the boiling point also decreases. ഔട്ടർ പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഡിക്രീസസ്. നമുക്കറിയാം ഈ മലമുകളിലൊക്കെ ബോയിലിംഗ് പോയിന്റ് കുറവാണെന്ന് പറയും. കാരണം എന്താണ്? അവിടുത്തെ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറവായതുകൊണ്ടാണ് അല്ലേ? അന്നേരം ഇവിടെ നമുക്ക് ബൈ ഡിക്രീസിങ് ദ ഔട്ടർ പ്രഷർ ദ ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഡിക്രീസസ് ആൻഡ് ഇറ്റ് ഗെറ്റ് ഡിസ്റ്റിൽഡ് വിത്തൗട്ട് ഡീകമ്പോസിഷൻ. അതാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എങ്ങനത്തെ ആയിരുന്നു? ലിക്വിഡ്സിന് ബോയിലിംഗ് പോയിന്റ് അടുത്തടുത്ത് വരുന്ന ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്സിനെ വേർതിരിക്കാൻ വേണ്ടിയാണ് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ separates a mixture into a number of different parts called fractions. A tall fractionating column is fit above the mixture with several condensers coming out of a different height. അതിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ നമുക്ക് പറയാം. ക്രൂഡ് ഓയിൽ ഇൻ പെട്രോളിയം ഇൻഡസ്ട്രിക്കകത്ത് ഇത് സെപ്പറേറ്റ് ഡിഫറെൻറ്റ് ഫ്രാക്ഷൻസ്. One of the technological application of fractional distillation is to separate different fractions of crude oil in petroleum industry. നമ്മളെ സംബന്ധിച്ച് പെട്രോളിയം ഇൻഡസ്ട്രി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ആ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നമുക്ക് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് ഉപയോഗിക്കുന്നത്. The crude oil is evaporated and its vapor condenses at different temperatures in the fractionating column. നമുക്കിവിടെ കാണാൻ പറ്റും ക്രൂഡ് ഓയിൽ റിഫൈനിങ്, പെട്രോള്, ജെറ്റ് ഫ്യൂവൽ സെല്ല്, ഇങ്ങനെ പലതരത്തിലുള്ള ബോയിലിംഗ് പോയിന്റ് ഉള്ളതിനെയൊക്കെ ഇവിടെ പല ഫ്രാക്ഷൻസ്, ആ ഫ്രാക്ഷനേറ്റിംഗ് കോളമാണ്. ആ കോളത്തിനകത്ത് കണ്ടൻസ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ളതെല്ലാം അവിടെ കണ്ടൻസ് ചെയ്ത് വെക്കുന്നു. ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് പുറത്തോട്ട് നമുക്ക് ആദ്യം കിട്ടുന്നു. Fractional distillation is used in oil refiners to separate crude oil into useful substances having different hydrocarbons of different boiling points. The crude oil fractions with the higher boilings have more carbon atom. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്.
നമുക്കിവിടെ സിമ്പിൾ ഡിസ്റ്റിലേഷനും ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷനും തമ്മിലുള്ള വ്യത്യാസം. സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഇസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് മിക്സ്ചർ ഓഫ് മിസിബിൾ ലിക്വിഡ്സ് വിത്ത് സഫിഷ്യൻലി ലാർജ് ഡിഫറൻസ് ഇൻ ദർ ബോയിലിംഗ് പോയിന്റ്. ഓക്കെ, മിസിബിൾ എന്ന് പറഞ്ഞാൽ ലയിച്ച് ചേരുന്ന ലിക്വിഡാണ്. ഇപ്പോൾ അനിലിനും ക്ലോറോഫോമും അത് ലാർജ് ഡിഫറൻസ് നമ്മൾ എക്സാമ്പിൾ പഠിച്ചു. എന്നാൽ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ ഇസ് യൂസ്ഡ് വെൻ ദ ഡിഫറൻസ് ഓഫ് ബോയിലിംഗ് പോയിന്റ് ഇൻ ക്വൈറ്റ് ലെസ്. ആൽക്കഹോളും വാട്ടറും വളരെ കുറവുള്ള ബോയിലിംഗ് പോയിന്റ്, വ്യത്യാസമില്ല അല്ലേ, അങ്ങനെയുള്ള ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ നടത്താം. അതുപോലെ സിമ്പിൾ ഡിസ്റ്റിലേഷൻ കൺസിസ്റ്റ് ഓഫ് സിമ്പിൾ അപ്പാറ്റസ് വിത്ത് 2 ഫ്ലാസ്ക് ആൻഡ് കണ്ടൻസർ. എന്നാൽ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ കൺസിസ്റ്റ് ഓഫ് മോർ കോംപ്ലക്സ് അപ്പാറ്റസ് വിത്ത് ഫ്രാക്ഷനേറ്റിംഗ് കോളം. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനകത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം ഫ്രാക്ഷനേറ്റിംഗ് കോളം ഓർത്തിരിക്കുക, ഫ്രാക്ഷനേറ്റിംഗ് കോളം. ഇവിടെ സിമ്പിൾ ഡിസ്റ്റിലേഷനിലൂടെ നമുക്ക് സീ വാട്ടർ പ്യൂരിഫൈ ചെയ്യാം. ക്രൂഡ് ഓയിൽ റിഫൈനിങ് ആണ് ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ. നമുക്ക് എക്സാമ്പിൾ പറയാം, പലതരത്തിലുള്ള എക്സാമ്പിൾസ് ഉണ്ട്, നമ്മൾ കണ്ടു. ഇപ്പം ഡിസ്റ്റിലേഷൻ ആൻഡ് റെഡ്യൂസ്ഡ് പ്രഷർ നമ്മൾ കണ്ടു. റെഡ്യൂസ്ഡ് പ്രഷർ എന്താണ്, ബോയിലിംഗ് പോയിന്റ് എന്ന് കണ്ടായിരുന്നു അല്ലേ. Distillation under reduced pressure കൂടെ purify liquids having very high boiling points. ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഹൈ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് വിച്ച് ഡീകമ്പോസസ് അറ്റ് ഓർ ബിലോ ദെയർ ബോയിലിംഗ് പോയിന്റ്സ്. നമുക്ക് അറിയാം ഗ്ലിസറോള്. ഈ ഗ്ലിസറോളിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. കാരണം ഗ്ലിസറോളിന് ഹൈ ബോയിലിംഗ് പോയിന്റ് ആണുള്ളത്. അതിന് നമ്മൾ ബോയിൽ ചെയ്താൽ പ്യൂരിഫൈ ചെയ്യുമ്പോൾ ഡീകമ്പോസസ് അറ്റ് ഓർ ബിലോ ദെയർ ബോയിലിംഗ് പോയിന്റ്. അങ്ങനെയുള്ള ലിക്വിഡ്സിന് നമുക്ക് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ വെച്ച് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അറ്റ് നോർമൽ പ്രഷർ ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ഗ്ലിസറോൾ ഇസ് 563 563 കെൽവിനാണ്. 563 കെൽവിൻ ആണ്. ഇനി അത് നമ്മൾ ചൂടാക്കുകയാണ്. ബോയിലിംഗ് പോയിന്റ് നമുക്ക് അതിന് വേപ്പേഴ്സ് ആക്കണം. പക്ഷെ വേപ്പേഴ്സ് ആക്കുമ്പോൾ അത് ഇറ്റ് ഡീകമ്പോസസ് ഓൺ ദിസ് ടെമ്പറേച്ചർ. 563 കെൽവിനാകുമ്പം ഗ്ലിസറോളിൻ്റെ എല്ലാ കമ്പോണൻസ് ആയിട്ട് അങ്ങ് വിഘടിച്ചു പോകും. ഗ്ലിസറോൾ കാർബണും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ ആയിട്ട് അങ്ങ് വിഘടിച്ചങ്ങ് പോകും. ദെയർഫോർ സിമ്പിൾ ഡിസ്റ്റിലേഷൻ കാനോട്ട് ബി യൂസ്ഡ്. അതുകൊണ്ട് നമുക്ക് സിമ്പിൾ ഡിസ്റ്റിലേഷൻ ഗ്ലിസറോളിനെ പ്യൂരിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അടുത്ത നമ്മൾ മെത്തേഡ് ഉപയോഗിക്കുന്നത് അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഓഫ് 12 mm മെർക്കുറി the glycerol can be distilled at 453 കെൽവിൻ വിത്തൗട്ട് ഡീകമ്പോസിഷൻ. അതായത് റെഡ്യൂസ്ഡ് പ്രഷറിന്റെ സഹായത്തോടു കൂടി നമ്മുടെ ഗ്ലിസറോളിനെ 453 കെൽവിനകത്ത് നമുക്ക് അതിനെ ഡിസ്റ്റിൽ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ 563 സാധാരണ രീതിയിൽ നമ്മുടെ നേരെവാ രീതിയിൽ പോയാൽ 563 കെൽവിനകത്ത് ആണ് ബോയിലിംഗ് പോയിന്റ്. അതിന് മുമ്പേ നമ്മുടെ ഗ്ലിസറോൾ ഡീകമ്പോസ് ചെയ്തു പോകും. പക്ഷെ നമുക്ക് അന്നേരം ഉദ്ദേശിക്കുന്ന നമുക്ക് പ്യൂർ ആയിട്ടുള്ള ഗ്ലിസറോൾ കിട്ടത്തില്ല. അതിനുവേണ്ടിയാണ് അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷറിൽ ഗ്ലിസറോളിനെ നമ്മൾ ബോയിൽ ചെയ്യുവാണെങ്കിൽ 453 കെൽവിനാകുമ്പോൾ ഇത് ബോയിൽ ചെയ്യുന്നു. ബോയിൽ ചെയ്യുമ്പോൾ വിത്തൗട്ട് ഡീകമ്പോസിഷൻ. കാരണം ഗ്ലിസറോൾ ഡീകമ്പോസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഏകദേശം 563 കെൽവിനാണ്. അന്നേരം 453 കെൽവിനാവുകയാണെങ്കിൽ അതിനകത്ത് ഡീകമ്പോസിഷൻ വരാതെ നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാം. അതാണ് ഇവിടെ വ്യത്യാസം. ഓരോ ഓർഗാനിക് കോമ്പൗണ്ടിനും അതിൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ ഡിസ്റ്റിലേഷൻ തിരഞ്ഞെടുക്കണം. നമ്മുടെ മനുഷ്യൻ്റെ കാര്യങ്ങൾ പോലെ തന്നെയാണ് ഓരോ ഓർഗാനിക് കോമ്പൗണ്ടിനും ഓരോ നേച്ചറുണ്ട്. ആ നേച്ചർ അനുസരിച്ചാണ് അതിനെ എങ്ങനെ പ്യൂരിഫൈ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പം ഗ്ലിസറോളിൻ്റെ കാര്യത്തിൽ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്നുള്ളത് ഓർത്തിരിക്കുക. ഗ്ലിസറോൾ ഇസ് സെപ്പറേറ്റഡ് ഫ്രം spent-lye ഇൻ സോപ്പ് ഇൻഡസ്ട്രി. സോപ്പ് ഇൻഡസ്ട്രിയിൽ spent-lye അതിൽ നിന്ന് നമുക്ക് ഗ്ലിസറോള് ഈ ടെക്നിക്ക് വെച്ച് ഉപയോഗിച്ചെടുക്കുക. അതായത് അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എന്നുള്ളത് ഓർക്കുക. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷറിൻ്റെ ഫിഗറാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ അപ്പാറ്റസ് ആണ്. റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്, തെർമോമീറ്റർ, വാട്ടർ കണ്ടൻസർ. അവസാനം നമുക്കിവിടെ കിട്ടുകയാണ് റിസീവർ. ഇവിടെ നമുക്ക് മാനോമീറ്റർ പ്രഷർ കുറയ്ക്കാൻ റെഡ്യൂസ്ഡ് പ്രഷർ ആക്കാൻ വേണ്ടിയാണ് മാനോമീറ്റർ. ദിസ് പ്രോസസ് ഈസ് യൂസ്ഡ് ഇഫ് ദ ലിക്വിഡ് ഹാസ് എ ടെൻഡൻസി ടു ഡീകമ്പോസ് നിയർ ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. ഇപ്പോൾ നമ്മൾ ഗ്ലിസറോളിനെ കണ്ട് ബോയിലിംഗ് പോയിന്റിൻ്റെ അടുത്തെത്തുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്യും. അങ്ങനെയുള്ളതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ. ദ മെയിൻ നെക്ക് ഓഫ് ദ ഫ്ലാസ്ക് ഈസ് ഫിറ്റ് വിത്ത് എ ലോങ് കാപ്പിലറി ട്യൂബ് ആൻഡ് ദ സൈഡ് നെക്ക് ഫിറ്റ് വിത്ത് thermometer. The side tube is connected to a condenser which is connected to the receiver at the other end. ഇതാണ് നമ്മുടെ ഡിസ്റ്റിലേഷൻ ആൻഡ് റെഡ്യൂസ്ഡ് പ്രഷറിൻ്റെ സെറ്റപ്പ്. ഇപ്പം നമ്മൾ കണ്ടത് ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ കണ്ടു. അതെന്താണ്? ദി ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് 2 liquids is not much. അതിനുവേണ്ടിയാണ് ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ടൈപ്പാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നീരാവി അല്ലേ? നീരാവി ഉപയോഗിച്ചുള്ള ഡിസ്റ്റിലേഷനാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. ഇത് ചില പർട്ടിക്കുലർ ഓർഗാനിക് കോമ്പൗണ്ടിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ്? ഏത് ടൈപ്പാണെന്ന് നമുക്ക് നോക്കാം. സ്റ്റീം ഡിസ്റ്റിലേഷൻ ഈസ് അപ്ലൈഡ് ടു സെപ്പറേറ്റ് സബ്സ്റ്റൻസ് വിച്ച് ആർ സ്റ്റീം വോളറ്റൈൽ ആൻഡ് ആർ ഇമ്മിസിബിൾ വിത്ത് വാട്ടർ. ഇമ്മിസിബിൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ലയിച്ച് ചേരാത്ത ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ട്. അത് പക്ഷേ സ്റ്റീം വോളറ്റൈൽ ആയിരിക്കും. അങ്ങനെയുള്ള ഓർഗാനിക് കോമ്പൗണ്ടിന് വേണ്ടിയാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ നടത്തുന്നത്.
ഇമ്മിസിബിൾ ലിക്വിഡ്സ് വെള്ളത്തിൽ ലയിച്ച് ചേരാതെ അതിങ്ങനെ കിടക്കും. ഇങ്ങനെ നമുക്കറിയാം എണ്ണയ്ക്കകത്തൊരു വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളത്തിനകത്തൊരു എണ്ണ ഒഴിച്ചാലോ ഇങ്ങനെ ഡ്രോപ്ലെറ്റ് ആയിട്ട് കിടക്കും. അതുപോലെ ഇവിടെ ഇങ്ങനെ ഈ ഓർഗാനിക് കോമ്പൗണ്ട് വെള്ളവും തമ്മിൽ ഇങ്ങനെ ലയിച്ച് ചേരാതെ, അതാണ് ഇമ്മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളതിന് വേണ്ടിയാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ നടത്തുന്നത്. സ്റ്റീം ഡിസ്റ്റിലേഷൻ നടത്തുവാണെങ്കിൽ നമുക്കിവിടെ പ്യൂരിഫൈ ചെയ്ത ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടുന്നു. Steam distillation is applied to separate substance which are steam volatile and immiscible with water. ഇവിടെ നമ്മൾ സ്റ്റീം ജാക്കറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റീം ഇതിൽ കൂടെ പാസ് ചെയ്യുന്നു, അതിൽ നിന്ന് ഓർഗാനിക് കോമ്പൗണ്ട് ഇമ്പ്യൂർ ആയിട്ട് ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ചെല്ലുന്നു. അതിൻ്റെ സ്റ്റീം വേപ്പേഴ്സ് ഓഫ് വോളറ്റൈൽ ലിക്വിഡ് ഇങ്ങ് വരുന്നു. അവസാനം വാട്ടർ ആൻഡ് പ്യുവർ ലിക്വിഡ് നമുക്കിവിടെ കിട്ടുന്നു. അതെന്നേരം നമുക്ക് അതിൽ നിന്ന് പ്യുവർ ലിക്വിഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി സ്റ്റീം ഡിസ്റ്റിലേഷന് ഉപയോഗിക്കുന്ന അനിലിൻ വാട്ടർ മിക്സർ, സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് അനിലിനെ നമുക്ക് വേർതിരിച്ചെടുക്കാം. അനിലിൻ വാട്ടർ എന്ന് പറഞ്ഞാൽ അനിലിൻ വെള്ളത്തിലിട്ടാൽ ഇമ്മിസിബിൾ ആണ്. അങ്ങനെയുള്ളതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ. സ്റ്റീം ഡിസ്റ്റിലേഷൻ ഈസ് എംപ്ലോയ്ഡ് ഇൻ ദ ഐസൊലേഷൻ ഓഫ് എസെൻഷ്യൽ ഓയിൽസ് ഫോർ യൂസ് ഇൻ പെർഫ്യൂംസ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് മെത്തേഡ് സ്റ്റീം ഈസ് പാസ്ഡ് ത്രൂ ദ പ്ലാന്റ് മെറ്റീരിയൽ കണ്ടെയ്നിങ് ദ ഡിസൈഡ് ഓയിൽസ്, യൂക്കാലിപ്റ്റ് ഓയിൽ, കാമ്പർ ഓയിൽ, ഓറഞ്ച് ഓയിൽ ആൻഡ് ഒബ്റ്റെയിൻ ദിസ് മെത്തേഡ് ആസ് ആൻ ഇൻഡസ്ട്രിയൽ സ്കെയിൽ. വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ വേണ്ടി സ്റ്റീം ഡിസ്റ്റിലേഷൻ നിർമ്മിക്കുന്നു. സ്റ്റീം ഡിസ്റ്റിലേഷൻ വഴി നമുക്ക് ഉപയോഗിക്കാവുന്ന സെപ്പറേറ്റ് ചെയ്യാവുന്ന മിശ്രിതമാണ് അനിലിൻ പ്ലസ് വാട്ടർ. സ്റ്റീം ഡിസ്റ്റിലേഷൻ്റെ പ്രിൻസിപ്പിൾ, ദിസ് ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ സെപ്പറേറ്റിംഗ് പ്യൂരിഫൈയിങ് ലിക്വിഡ്സ് വിച്ച് ആർ immiscible with the water, volatile in steam and have high vapor pressure at the boiling temperature of water. Okay. അടുത്ത പ്യൂരിഫൈ മെത്തേഡാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ്റെ apparatus ആണ് ഈ കാണുന്നത്. ദ ഓർഗാനിക് സോൾവെന്റ് ആൻഡ് അക്വസ് സൊല്യൂഷൻ ഷുഡ് ബി ഇമ്മിസിബിൾ, അതായത് ലയിച്ച് ചേരാതിരിക്കുക. ഈ വെള്ളത്തിനകത്ത് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഇട്ടിരിക്കുന്നു. ആ ഓർഗാനിക് കോമ്പൗണ്ട് സോൾവെന്റും നമ്മൾ ഇമ്മിസിബിൾ ആണ് വിത്ത് ഈച്ച് അതർ. ദ ഓർഗാനിക് സോൾവെന്റ് ആൻഡ് അക്വസ് സൊല്യൂഷൻ ഷുഡ് ബി ഇമ്മിസിബിൾ വിത്ത് ഈച്ച് അതർ സോ ദാറ്റ് ദേ ഫോം ടു ഡിസ്റ്റിങ് ലെയേഴ്സ് വിച്ച് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ സെപ്പറേറ്റിംഗ് ഫണൽ. നമുക്കിവിടെ കാണാൻ സാധിക്കും, രണ്ട് ലെയർ ആയിട്ട് കാണുക. ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ്, ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡ്സ് നമുക്ക് ഇവിടെ നമുക്ക് അക്വസ് ലെയറിനകത്താണ് അത് ഡിസോൾവ് ചെയ്യാത്തത്. ദ ഓർഗാനിക് സോൾവെന്റ് ആൻഡ് അക്വസ് സൊല്യൂഷൻ ഷുഡ് ബി ഇമ്മിസിബിൾ. ഓർഗാനിക് സോൾവെന്റ് ആണ്, അക്വസ് സൊല്യൂഷൻ ആണ്, അത് ഇമ്മിസിബിൾ ആണ്. And they form two distinct layers which can be separated by separatory funnel. അതാണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ. ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷനിലൂടെ നമ്മൾ കോമ്പൗണ്ട്സിനെ എങ്ങനെ വേർതിരിക്കാം നോക്കാം. ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ രണ്ട് ഇത് കാണുക, ഒന്ന് വെള്ളവും ഒന്ന് സോൾവെൻറ്റും. ഈ വെള്ളത്തിനകത്താണ് ഓർഗാനിക് കോമ്പൗണ്ട് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. ഈ ഓർഗാനിക് കോമ്പൗണ്ട് ഈ വെള്ളത്തിനകത്ത് വളരെ കുറച്ചേ ഡിസോൾവ് ചെയ്യത്തുള്ളൂ. കുറച്ചായതുകൊണ്ട് നമ്മൾ അതിന് സൂട്ടബിൾ ആയിട്ടുള്ള സോൾവെന്റ് ഒഴിച്ചു കൊടുത്താൽ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സോൾവെന്റ് ലെയർ, ഈ അക്വസ് ലെയറിലെ ഓർഗാനിക് കോമ്പൗണ്ട് സോൾവെന്റ് ലെയറിലോട്ട് അങ്ങ് മാറിപ്പോകുന്നു. ടു എക്സ്ട്രാക്ട് എ കോമ്പൗണ്ട് ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ വെരി സ്മോൾ അമൗണ്ട്സ് ഇൻ ആൻ അക്വസ് സൊല്യൂഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ ഓർഗാനിക് ലിക്വിഡ് ഇൻ വിച്ച് ദ കോമ്പൗണ്ട് ഈസ് ഹൈലി സോലുബിൾ. നമ്മൾ അക്വസിനകത്ത് വെള്ളത്തിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സോൾവിറ്റി വളരെ കുറവായതുകൊണ്ട് അതിന് സൂട്ടബിൾ ആയിട്ടുള്ളൊരു സോൾവെൻറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ സോൾവെൻറ്റിലോട്ട് ഓർഗാനിക് കോമ്പൗണ്ട് മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നു. എക്സ്ട്രാക്ഷൻ ഓഫ് കഫീൻ ഫ്രം ടീ. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും ഇമ്മിസിബിൾ ആണ്. നമുക്ക് ഈ സോൾവെൻറ്റിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഈ ട്യൂബ് തുറന്നു വിടുമ്പോൾ വെള്ളം അങ്ങ് പോകുന്നു. നമുക്ക് ഈ സോൾവെൻറ്റ് പ്ലസ് നമ്മുടെ ഓർഗാനിക്കിനെ നമുക്ക് വേർതിരിച്ച് എടുക്കാൻ സാധിക്കുന്നു. എക്സ്ട്രാക്ഷൻ ഓഫ് കഫീൻ ഫ്രം ടീ, അത് നമുക്ക് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ വഴി നടത്താവുന്നതാണ്. ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ്റെ പിക്ചറാണ് ഈ കാണുന്നത്. ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ അക്വസ് ലെയർ ആണ് സോൾവെന്റ് ലെയർ. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അക്വസ് ലെയറിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ട് സോൾവെന്റ് ലെയറിലോട്ട് പോകുന്നു, അക്വസ് ലെയർ തന്നെയാകുന്നു. The organic solvent is later removed by distillation or by evaporation to get back the compound. Differential extraction is carried out in a separatory funnel. If the organic compound is less soluble in the organic solvent, a very large quantity of solvent would be required to extract even a very small quantity of the compound. അതായത് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മുടെ സോൾവെന്റിനകത്തോട്ട് കുറച്ച് ലയിക്കുന്ന നമ്മൾ പിന്നെയും സോൾവെന്റ് ഒഴിക്കേണ്ടി വരും. ആ ടെക്നിക്കിനെയാണ് കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ is employed in such cases. In this technique, same solvent is repeatedly used for extraction of the compound. അതായത് നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട് നമുക്ക് പ്യൂരിഫൈ ചെയ്ത് നമുക്ക് എടുക്കണമെങ്കിൽ ഇഷ്ടംപോലെ സോൾവെന്റ് പിന്നെയും ഒഴിക്കുന്നു. അതിനെയാണ് കണ്ടിന്യൂസ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതാണ് ബിഫോർ എക്സ്ട്രാക്ഷൻ,
ആഫ്റ്റർ എക്സ്ട്രാക്ഷൻ. ബിഫോറിനകത്ത് ഓർഗാനിക് കോമ്പൗണ്ട് വെള്ളത്തിൽ കുറച്ച് ലയിച്ചു. അതിന് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി സോൾവെൻറ്റ് കറക്റ്റായിട്ട് ഒഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ ഓർഗാനിക് കോമ്പൗണ്ട് സോൾവെൻറ്റിലേക്ക് മാറുന്നു. ഇനി അടുത്ത ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രാഫി. ഈ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന കോമ്പൗണ്ട്സിന് ഓർഗാനിക് കോമ്പൗണ്ട് പ്യൂരിഫൈ ചെയ്യാനുള്ള മെത്തേഡാണ് ക്രൊമാറ്റോഗ്രാഫി. ക്രൊമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ ക്രൊമാറ്റോഗ്രാഫി മീൻസ് കളർ റൈറ്റിംഗ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെനി സയൻറ്റിഫിക് ഫീൽഡ്സ്, യൂസ്ഡ് ഇൻ മെനി സബ്ജക്ട്സ് ആൻഡ് അപ്ലൈഡ് ഇൻ ഓൾ അനലിറ്റിക്കൽ ഫീൽഡ്സ്. ക്രൊമാറ്റോഗ്രാഫി, ക്രോമ എന്ന് പറഞ്ഞാൽ കളർ എന്നുള്ള അർത്ഥമാണ്. പലതരത്തിലുള്ള കളറുകൾ ആണ് ക്രൊമാറ്റോഗ്രാഫിയുടെ അർത്ഥം. Chromatography is a method of analysis and separation technique of organic and inorganic compound. It is used for large and small quantities. So it is used quantitatively and qualitatively and proved to be more effective from the other means of separation identification. നമുക്ക് ക്രൊമാറ്റോഗ്രാഫിയെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. റഷ്യൻ ബോട്ടണിസ്റ്റ് ആണ്, referred to as father of chromatography. ഇദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് ക്രൊമാറ്റോഗ്രാഫി എന്ന് അറിയപ്പെടുന്നത്. ഇതൊരു റഷ്യൻ ബോട്ടണിസ്റ്റ് ആണ്. It is credited for the development of chromatography. പലതരത്തിലുള്ള സയൻറ്റിസ്റ്റുകൾ അവരുടെ ഒക്കെ കണ്ടുപിടുത്തത്തിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നല്ല നല്ല ആപ്ലിക്കേഷൻസ്. Chromatography is a physical process where the components of a sample mixture are separated as a result of their differential distribution between the stationary and mobile phase. ഇപ്പോൾ നമുക്ക് ഈ മിക്സറിനകത്ത് പലതരത്തിലുള്ള കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസിനെ നമ്മൾ മൊബൈൽ ഫേസിലൂടെ ആക്കുമ്പോൾ ആ കമ്പോണൻസ് എല്ലാം സെപ്പറേറ്റ് ആവുകയാണ്. ഇതാണ് നമ്മൾ ഈ ക്രൊമാറ്റോഗ്രാഫിയുടെ അടിസ്ഥാന തത്വമാണ്. മിക്സർ പലതരത്തിലുള്ള കോമ്പോണൻസിൻ്റെ കൂട്ടുകുടുംബമാണ്. ആ കൂട്ടുകുടുംബത്തെ എല്ലാം ഓരോ കമ്പോണൻസ് ആയിട്ട് വേർതിരിച്ച് സെപ്പറേറ്റ് ചെയ്യാണ് മൊബൈൽ ഫേസിലൂടെ. ഇതാണ് ക്രൊമാറ്റോഗ്രാഫി. ഇവിടെ സ്റ്റേഷനറി ഫേസ് ഉണ്ട്, മൊബൈൽ ഫേസ് ഉണ്ട്. ആ സ്റ്റേഷനറി ഫേസിലൂടെ നമ്മൾ മൊബൈൽ ഫേസും നമുക്ക് കടത്തി വിടുമ്പോൾ നമുക്കത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നു. ഇതാണ് ക്രൊമാറ്റോഗ്രാഫിയുടെ അടിസ്ഥാന തത്വം. Chromatography is a physical process where the components of a sample mixture are separated as a result of their differential distribution between stationary and mobile phases. Greek chroma meaning color and writing. അങ്ങനെയാണ് chroma, color എന്നാണ് ക്രൊമാറ്റോഗ്രാഫിയുടെ അർത്ഥം. Chromatography is a way to separate parts of mixture by using the different solubilities of the parts for a mobile phase compared to the stationary phase. നമുക്കിവിടെ കാണാൻ പറ്റും സോൾവെന്റ്, മിക്സർ ഓഫ് കോമ്പൗണ്ട്സ്, അഡ്സോർബന്റ് ആണ് സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസ്, ഗ്ലാസ് വൂള്, പ്ലഗ്, ഇതൊക്കെയാണ് ക്രൊമാറ്റോഗ്രാഫിക്കകത്തെ ഒരു ട്യൂബാണ്. ക്രൊമാറ്റോഗ്രാഫി ട്യൂബ് പോലെ. ഇവിടെ ടെക്നോളജി നമുക്ക് പറയാം. മൊബൈൽ ഫേസ് എന്ന് പറയുന്നത്, മൊബൈൽ ഫേസ് മൂവ് ചെയ്യുന്ന ആ ഫേസ് ഗ്യാസ് ആകാം, ലിക്വിഡ് ആകാം. അതാണ് മിക്സറിനെ ക്യാരി ചെയ്യുന്നത്. മൊബൈൽ ഫേസ് ആണ് മിക്സറിനെ സെപ്പറേറ്റ് ചെയ്യേണ്ട വസ്തുവിനെ ക്യാരി ചെയ്യുന്നതാണ് മൊബൈൽ ഫേസ്. സ്റ്റേഷനറി ഫേസ് എന്ന് പറഞ്ഞാൽ ദ പാർട്ട് ഓഫ് ദ അപ്പാരറ്റസ് ദാറ്റ് ഡസ് നോട്ട് മൂവ് വിത്ത് ദ സാമ്പിൾ. ഇതാണ് ഇപ്പം സ്റ്റേഷനറി ഫേസ്. ഇത് മൂവ് ചെയ്യുന്നില്ല, അത് അവിടെ തന്നെയുണ്ട്. ആ അപ്പാരറ്റസിൻ്റെ പാർട്ടാണ് സ്റ്റേഷനറി ഫേസ്. അതിന് ക്രൊമാറ്റോഗ്രാഫിയുടെ ടേംസിൽ നമ്മൾ പഠിക്കുവാണ് മൊബൈൽ ഫേസും സ്റ്റേഷനറി ഫേസും. മൊബൈൽ ഫേസിനകത്ത് നമ്മൾ ഗ്യാസോ ലിക്വിഡോ ആകാം. അതിനകത്തോട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന വസ്തുവിനെ നമ്മൾ ഇടുന്നു. അത് നമ്മൾ എങ്ങോട്ട് പോകുന്നു? സ്റ്റേഷനറി ഫേസിലോട്ട് പോകുന്നു. സ്റ്റേഷനറി ഫേസ് ദ പാർട്ട് ഓഫ് ദ അപ്പാരറ്റസ് ദാറ്റ് ഡസ് നോട്ട് മൂവ് വിത്ത് ദ സാമ്പിൾ. ഫ്ലൂയിഡ് എൻറ്ററിങ് ദ കോളം ഇസ് ദ എലുവൻറ്റ്. ഇവിടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ടേം ഉണ്ട്, ടെർമിനോളജിയാണ്. എലുവൻറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് എൻറ്ററിങ് ദ കോളം ഈസ് ദ എലുവൻറ്റ്, വൈൽ ഫ്ലൂയിഡ് ലീവിങ് ദ കോളം ഈസ് ദ എലൂട്ട്. രണ്ട് തരത്തിലുള്ള ഇതുണ്ട്. കോളത്തിലോട്ട് നമ്മൾ എൻറ്റർ ചെയ്യുന്ന ഫ്ലൂയിഡിനെയാണ് എലുവൻ എന്ന് പറയുന്നത്. എന്നാൽ ഫ്ലൂയിഡ് ലീവിങ് ദ കോളം എന്ന് പറയുന്നതാണ് എലൂവറ്റ്. ഓക്കെ. Based on the principle involved, chromatography is classified into different categories. രണ്ട് തരത്തിലുള്ള ക്രൊമാറ്റോഗ്രാഫി ടെക്നിക്കാണുള്ളത്. അതിൻ്റെ മെത്തഡോളജി അനുസരിച്ചാണത്. ക്രൊമാറ്റോഗ്രാഫിയെ നമ്മൾ അതിൻ്റെ ഫംഗ്ഷൻ അനുസരിച്ച് തിരിച്ചിരിക്കുകയാണ്. അഡ്സോർഷൻ ക്രൊമാറ്റോഗ്രാഫി ആൻഡ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി. അഡ്സോർബ് ചെയ്യുക. ക്രൊമാറ്റോഗ്രാഫി രണ്ട് ടൈപ്പ്, അഡ്സോർഷൻ, പാർട്ടീഷൻ. അഡ്സോർഷനകത്ത് നമുക്ക് കോളം ലിക്വിഡ് ഉണ്ട്, തിൻ ലെയർ ഉണ്ട്. കോളം ലിക്വിഡ്, കോളം ക്രൊമാറ്റോഗ്രാഫിയാണ് അഡ്സോർഷനകത്തുള്ളത്. തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി അഡ്സോർഷനകത്തുള്ളതാണ്. പാർട്ടീഷൻ എന്ന് പറയുന്ന ആ ക്ലാസിഫിക്കേഷനകത്തുള്ളതാണ് ഗ്യാസ് ലിക്വിഡും. നമുക്ക് ക്രൊമാറ്റോഗ്രാഫിക്കകത്തെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു, അഡ്സോർഷൻ ആൻഡ് പാർട്ടീഷൻ. Chromatography is a technique. The mixture of substance is applied onto a stationary phase, which may be a solid or liquid. A pure solvent, a mixture of solvents or a gas is allowed to move slowly over the stationary phase.
Adsorption chromatography is based on the fact that different compounds are adsorbed on an adsorbent or different degrees. Adsorption എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റിപ്പിടിക്കുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ആർ അഡ്സോർബ്ഡ് ഓൺ ആൻ അഡ്സോർബൻറ്റ് ടു ഡിഫറെൻറ്റ് ഡിഗ്രി. ഈ നമ്മുടെ സെപ്പറേറ്റ് ചെയ്യുന്ന മിശ്രിതത്തിലെ കമ്പോണൻസ് പല രീതിയിലാണ് നമ്മുടെ സ്റ്റേഷനറി ഫേസിനകത്ത് അഡ്സോർബ് ചെയ്യുന്നത്. മൊബൈൽ ഫേസിലൂടെ വന്നിട്ട് സ്റ്റേഷനറി ഫേസിനകത്ത് പല ഡിഗ്രിയിൽ അഡ്സോർബ് ചെയ്യുന്നു. അതിൻ്റെ ആ ഫോഴ്സ് ഓഫ് അഡ്സോർപ്ഷൻ അനുസരിച്ച് നമുക്ക് അതിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കും. കോമൺലി യൂസ്ഡ് അഡ്സോർബൻസ് ആർ സിലിക്ക ജെൽ ആൻഡ് അലൂമിന. സിലിക്ക ജെല്ലും അലൂമിനായുമാണ് അഡ്സോർബൻ, അതായത് സ്റ്റേഷനറി ഫേസ് ആയിട്ട് നമ്മൾ അവിടുത്തെ സ്റ്റേഷനറി ഫേസിൽ അഡ്സോർബൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. പറ്റിപ്പിടിക്കാൻ പ്രതലം കൊടുക്കുന്നതിനാണ് അഡ്സോർബൻ. അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫി രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. കോളം ക്രൊമാറ്റോഗ്രാഫി ആൻഡ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ക്രൊമാറ്റോഗ്രാഫി രണ്ടായിട്ട് തിരിച്ചു, അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫി ആൻഡ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി. ഇനി അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫി രണ്ടായിട്ട് തിരിക്കുകയാണ്, കോളം ആൻഡ് തിൻ ലെയർ. എന്താണ് കോളം? ഇറ്റ് ഇൻവോൾവ് സെപ്പറേഷൻ ഓഫ് എ മിക്സർ ഓവർ എ കോളം ഓഫ് അഡ്സോർബൻറ്റ്. അതായത് സ്റ്റേഷനറി ഫേസ് ആണ് അഡ്സോർബൻ്റ് എന്ന് പറയുന്നത്. സ്റ്റേഷനറി ഫേസ് ഒരു കോളം, നമ്മുടെ ഒരു ട്യൂബ് പോലെ ഇരിക്കും, piped in a glass tube. Thin layer chromatography is another type of adsorption chromatography which involves separation of substance of a mixture over a thin layer of adsorbent coated on a glass plate. കോളത്തിനകത്ത് കോളമായിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ് ആണ് അവിടെ വ്യത്യാസം. തിൻ ലെയറിനകത്ത് നമ്മൾ സ്റ്റേഷനറി ഫേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു തിൻ ലെയർ ഓഫ് ആൻ അഡ്സോർബൻറ്റ് കോട്ടഡ് ഓൺ എ ഗ്ലാസ് പ്ലേറ്റ്. ചെറിയൊരു ഗ്ലാസ് പ്ലേറ്റ് ആണ്, മറ്റൊരു ഗ്ലാസ് ട്യൂബാണ് കോളം. നമുക്കിവിടെ കാണാൻ പറ്റും കോളം ക്രൊമാറ്റോഗ്രാഫിക്കകത്ത്. ഇതിനകത്ത് ഇവിടെ പല അഡ്സോർബൻ്റ് സ്റ്റേഷനറി ഫേസിനകത്ത്. ഇനി നമ്മുടെ മൊബൈൽ ഫേസിനകത്ത് നമ്മുടെ ഏത് മിശ്രിതത്തെയാണോ നമുക്ക് വേർതിരിക്കേണ്ട അതെടുത്തു. അതിനകത്ത് ഈ വയലറ്റ് കളറായിട്ട് അവിടെ ഒറ്റയായിട്ട് കാണുവാണ്. കുറച്ച് കഴിഞ്ഞാൽ ബി എന്ന് പറയുന്ന ആ ഫിഗറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ എയിലെ ആ മിശ്രിതം പല ഇതായിട്ട് അഡ്സോർബ് ചെയ്യുന്നു, പലതായിട്ട് വേർതിരിഞ്ഞ് കഴിഞ്ഞിട്ട് സിയിൽ നമ്മൾ പിന്നെയും ഓരോ ചില സ്ഥലങ്ങളിൽ അത് പ്രത്യേകമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം ലോ അഡ്സോർപ്ഷൻ ഉള്ളവർ പെട്ടെന്ന് തന്നെ അത് വിട്ട് താഴോട്ട് പോകുന്നു. നമുക്ക് ആദ്യം ഈ ചുമന്ന കളറുള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ് നീല കളറുള്ളതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അന്നേരം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഈ വസ്തു മൊബൈൽ ഫേസിലുള്ള നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട വസ്തു സ്റ്റേഷനറി ഫേസിൽ വന്ന് പല സ്ഥലങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു. ആ പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഫോഴ്സ് വെച്ച് പെട്ടെന്ന് വിട്ടുപോവുകയാണെങ്കിൽ അത് നമുക്ക് ആദ്യം കിട്ടും. പയ്യെ കുറച്ച് താമസമുണ്ട്, അത് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. ഇപ്പം നമുക്കിവിടെ കാണാം ഈ ചുമല കളറുള്ള ഓർഗാനിക് കോമ്പൗണ്ടാണ്. വളരെ ചെറിയ ഫോഴ്സിലാണ്, അതായത് അതിൻ്റെ ലോ ഫോഴ്സാണ് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ താഴോട്ട് പോകുന്നു, പറ്റിപ്പിടിച്ച് അത് ഇരുന്നില്ല. എന്നാൽ നീല എന്താണ് കുറച്ചും കൂടെ നല്ല പറ്റിപ്പിടിച്ച് സ്റ്റേഷനറി ഫേസിൽ ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അത് താഴോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ നമുക്ക് ആ അഡ്സോർപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ തിരിച്ച് കമ്പോണൻസിനെ ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. The stationary beds is within the tube. In column chromatography, in the stationary phase may be pure silica or polymer, depending on whether mobile phase is a chromatographer or liquid chromatography. When the stationary phase in column consists of a small diameter particles, and the technique is a high performance liquid chromatography. High performance liquid chromatography ആണ് HPLC എന്ന് പറയുന്നത്. പല ടൈമിൻ്റെ ടേംസ് ആണ്. നമ്മൾ കോളം ക്രൊമാറ്റോഗ്രാഫിയുടെ ഒരു ഇത് മനസ്സിലാക്കിയല്ലേ. ഇറ്റ് ഇൻവോൾവ്സ് എ സെപ്പറേഷൻ ഓഫ് എ മിക്സർ ഓവർ എ കോളം ഓഫ് അഡ്സോർബൻറ്റ്. സ്റ്റേഷനറി ഫേസ് പൈപ്ഡ് ഇൻ എ ഗ്ലാസ് ട്യൂബാണ്, അതാണ് കോളം എന്ന് പറയുന്നത്. ദി മിക്സർ അഡ്സോർബ്ഡ് ഓൺ അഡ്സോർബൻറ്റ് ഇസ് പ്ലേസ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ അഡ്സോർബൻറ്റ് കോളം. An appropriate eluent, which is a liquid, is allowed to flow down the column slowly. The most readily adsorbed substance are retained near the top and the other come down. ഇത് ഫോഴ്സ് കുറഞ്ഞിട്ടുള്ള കമ്പോണൻസ് താഴോട്ട് പോരുന്നു. അതാണ് അഡ്സോർബ് ചെയ്തതിൽ ഒത്തിരി ഫോഴ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പയ്യേ വരത്തുള്ളൂ. പെട്ടെന്ന് കുറച്ച് ഫോഴ്സ്, അതായത് അവർ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവാണെങ്കിൽ അത് താഴോട്ട് പെട്ടെന്ന് പോരുന്നു. അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മളിവിടെ കണ്ടത് കോളം ക്രൊമാറ്റോഗ്രാഫി. ആ സാമ്പിള് പലതായിട്ട് വേർതിരിഞ്ഞു, പല സ്ഥലത്ത് പോയി അത് പറ്റിപ്പിടിച്ചിരുന്നു. സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻ ഉള്ളവരാണ്. ഇത് വീക്കർ ഇൻട്രാക്ഷൻ ഉള്ളതാണ്. വീക്കർ ഇൻട്രാക്ഷൻ ഉള്ളത് പെട്ടെന്ന് തന്നെ താഴോട്ട് പോകുന്നു. സ്ട്രോങ്ങർ ഇൻട്രാക്ഷൻ ഉള്ളത് അവിടെ തന്നെ നിന്നു. വീക്കർ ഇൻട്രാക്ഷൻ ഉള്ളതിന് നമുക്ക് താഴോട്ട് വന്ന് ആദ്യം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. ഇപ്പം കോളം ക്രൊമാറ്റോഗ്രാഫി കണ്ടല്ലേ. അഡ്സോർപ്ഷൻ ക്രൊമാറ്റോഗ്രാഫിക്കകത്ത് അടുത്ത ഇതാണ് തിൻ ലെയർ ക്രൊമാറ്റോഗ്രാഫി, TLC എന്ന് പറയും. TLC
ഇവിടെ TLC എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു തിൻ ലെയർ ഗ്ലാസ് ഇതുള്ളത്. Stationary phase consists of a thin layer of adsorbent material, usually silica gel, aluminum oxide or cellulose, immobilized onto a flat carrier sheet. A liquid phase consisting of the solution to be separated, which is dissolved in an appropriate solvent and is drawn up to the plate. Capillary action. ഇവിടെ capillary actionലൂടെ separating the solution based on the polarity of the compound. അതാണ് thin layer chromatography-ക്കകത്ത് കാണുന്നത്. Thin layer chromatography നമ്മളിവിടെ സോൾവെന്റ് വെച്ചിരിക്കുന്നു, സാമ്പിൾ ഡോട്ട് വെച്ചിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ സോൾവെന്റ് ബേസ് ലൈൻ ഉണ്ട്, സോൾവെന്റ് അങ്ങ് പൊങ്ങി ബേസ് ലൈനിലൊക്കെ കടന്ന് നമ്മൾ ഈ സാമ്പിൾ ഡോട്ടിനെയും കൊണ്ട് വന്നു സ്പോട്ടായിട്ട് സോൾവെന്റ് ഫ്രണ്ട് നമുക്ക് ഇവിടെ നമുക്ക് കണ്ടത് കാപ്പിലറി ആക്ഷൻ വഴി സോൾവെന്റ് മുകളിലോട്ട് പൊങ്ങി വന്നു അല്ലേ. ഇവിടെ സ്പോട്ട് ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്പോട്ടിലാണ് ഓർഗാനിക് കോമ്പൗണ്ട് ഉള്ളത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് ഈ ബേസ് ലൈനുമായിട്ടുള്ള സ്പോട്ടിന്റെ വ്യത്യാസത്തിനാണ് എക്സ് എന്ന് പറയുന്നത്. ഈ വൈ എന്ന് പറയുന്നത് എന്താണ്? സോൾവെന്റ് ഫ്രണ്ടും നമ്മുടെ ബേസ് ലൈനും തമ്മിലുള്ള വ്യത്യാസമാണ് വൈ. അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് ആണ് വൈ. എക്സും വൈയും. ആ എക്സും വൈയും വെച്ച് നമുക്കിവിടെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്. RF ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സബ്സ്റ്റൻസ് ഫ്രം ബേസ് ലൈൻ. സബ്സ്റ്റൻസ് ഈ ബേസ് ലൈനിൽ അതാണ് എക്സ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ സോൾവെന്റ് ഫ്രം ബേസ് ലൈൻ. ഇതാണ് നമ്മളിവിടെ വൈ എന്ന് പറയുന്നത്. എക്സ് ബൈ വൈ വെച്ച് നമുക്ക് RF ഫാക്ടർ കാണാൻ സാധിക്കും. RF ഫാക്ടർ എന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷൻ ഫാക്ടർ എന്ന് പറയും. റിട്ടാർഡേഷൻ ഫാക്ടർ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സബ്സ്റ്റൻസ് ഫ്രം ബേസ് ലൈൻ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ സോൾവെന്റ് ഫ്രം ബേസ് ലൈൻ. നമുക്ക് ആ ഫിഗറിൽ നിന്ന് എക്സും വൈയും എന്താണെന്ന് മനസ്സിലായി. ദ റിലേറ്റീവ് അഡ്സോർപ്ഷൻ ഓഫ് ഈച്ച് കമ്പോണന്റ് ഓഫ് ദ മിക്സർ. അഡ്സോർപ്ഷൻ നമുക്ക് ഈ റിട്ടാർഡേഷൻ ഫാക്ടർ എന്ന ടേമിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് തിൻ ലെയർ ക്രോമാറ്റോഗ്രാഫിയിലെ റിട്ടാർഡേഷൻ ഫാക്ടറിലൂടെ അതിൻ്റെ ഈച്ച് കമ്പോണന്റ് അഡ്സോർപ്ഷന്റെ അളവ് മനസ്സിലാക്കാൻ സാധിക്കും. റിട്ടാർഡേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സബ്സ്റ്റൻസ് ഫ്രം ബേസ് ലൈൻ, അത് എക്സ് എന്നുള്ള സിമ്പിൾ വെച്ചാണ് സൂചിപ്പിക്കുന്നത്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ സോൾവെന്റ് ഫ്രം ബേസ് ലൈൻ ബൈ. അടുത്ത കാറ്റഗറിയാണ് ക്രൊമാറ്റോഗ്രാഫിയുടെ പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി. പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി ബേസ് ചെയ്തിരിക്കുന്ന കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ് ഓഫ് കമ്പോണന്റ് ഓഫ് എ മിക്സർ ബിറ്റ്വീൻ സ്റ്റേഷനറി ആൻഡ് മൊബൈൽ ഫേസ്. പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി പാർട്ടീഷൻ ചെയ്യുക, അതായത് കണ്ടിന്യൂസ് ഡിഫറൻഷ്യൽ പാർട്ടീഷനിങ് ഓഫ് കമ്പോണന്റ്. പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫിക്കകത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്റ്റേഷനറി ഫേസ്, മൊബൈൽ ഫേസിനകത്ത് വസ്തുക്കളുണ്ട്. The partition chromatography is based on a thin film formed on the surface of a solid supported by a liquid stationary phase. Solute equilibrate between the mobile phase and the stationary liquid. Solute equilibrate between the mobile phase and the stationary phase. Partition chromatography separation is based on the solute partitioning between two liquid phases. Relative solubility വെച്ചാണ് അത് കാണുന്നത്. റിലേറ്റീവ് സോലുബിലിറ്റി വെച്ചാണ് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫി. രണ്ട് തരത്തിലുള്ള പാർട്ടീഷൻ ക്രൊമാറ്റി ഉണ്ട്. ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി ഉണ്ട്, ഗ്യാസ് ലിക്വിഡ് ക്രൊമാറ്റോഗ്രാഫി ഉണ്ട്. ഈ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത് പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രാഫിയാണ്. പേപ്പർ ക്രൊമാറ്റോഗ്രാഫി ഈസ് എ ലിക്വിഡ് പാർട്ടീഷൻ. ഇതാണ് നമ്മളിവിടെ പേപ്പർ ഉപയോഗിച്ച് നമുക്കിവിടെ ഇതിന്റെ കളർ കണ്ടോ വ്യത്യാസം വന്നിരിക്കുന്നത് കണ്ടോ. ഈ പലതരത്തിലുള്ള കമ്പോണൻസ് ആയിട്ട് ഇതിനെ നമുക്ക് വേർതിരിച്ച് എടുക്കുവാൻ സാധിക്കുന്നു. ആയിരുന്നു ഇത് ആദ്യം മിക്സർ, അത് കഴിഞ്ഞതിന് പല കമ്പോണൻ്റ് ആയിട്ട് മാറുന്നു, പിന്നെ അത് കൂടുതൽ കമ്പോണൻസ് ആയിട്ടുള്ള നമുക്കൊരു മാറലാണ് ഇവിടെ കാണുന്നത്. ഇവിടെയും നമുക്ക് അറിയാൻ പറ്റും പേപ്പർ ക്രൊമാറ്റോഗ്രാഫിക്കകത്ത് നമുക്ക് RF വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എക്സ് ബൈ വൈ എന്താണ് ഇവിടെ നമുക്ക് ബേസ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്കിവിടെ സോൾവെന്റ് ലൈനിൽ നിന്നുള്ള വ്യത്യാസം, അതാണ് നമ്മളിവിടെ കണ്ട റിട്ടാർഡേഷൻ ഫാക്ടർ. The organic component of the solvent binds continue migrating, thus forming the mobile phase. ഇതാണ് മൊബൈൽ ഫേസിന്റെ നമുക്കിവിടെ കാണുന്നത്. ഇവിടെ പേപ്പർ ക്രൊമാറ്റോഗ്രാഫി, the end of the paper is dipped in solvent mixture. ഈ പേപ്പർ is dipped in solvent mixture consisting of aqueous and organic components. The solvent soaks in paper by capillary action. Capillary action വഴി ഈ പേപ്പറിലൂടെ ഇത് നമുക്ക് മുകളിലോട്ട് കയറുന്നു. ബിക്കോസ് ഓഫ് ഫൈബറസ് നേച്ചർ ഓഫ് പേപ്പർ, പേപ്പറിൻ്റെ ഫൈബറസ് നേച്ചർ വഴിയാണ് ഇവിടെ കാപ്പിലറി ആക്ഷൻ ഉണ്ടാകുന്നത്. ദ അക്വസ് കമ്പോണന്റ് ഓഫ് ദ സോൾവെന്റ് ബൈൻഡ്സ് ടു ദ സെല്ലുലോസ് പേപ്പർ ആൻഡ് ദെയർ ബൈ ഫോം സ്റ്റേഷനറി ഫേസ് വിത്ത് ഇറ്റ്. അക്വസ് കമ്പോണന്റ് ഇവിടെ ബൈൻഡ് ചെയ്ത് നിൽക്കുന്നു, അതാണ് സ്റ്റേഷനറി ഫേസ് ആയിട്ടിരിക്കുന്നു. ദ ഓർഗാനിക് കമ്പോണന്റ് ഓഫ് സോൾവെന്റ് ബൈൻഡ്സ് കണ്ടിന്യൂസ് മൈഗ്രേറ്റിംഗ് ദസ് ഫോമിംഗ് ദ മൊബൈൽ ഫേസ്. പേപ്പർ ക്രൊമാറ്റോഗ്രാഫിയിൽ റിട്ടാർഡേഷൻ ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പലതരത്തിലുള്ള
പ്യൂരിഫിക്കേഷൻ മെത്തേഡാണ് ഓർഗാനിക് കോമ്പൗണ്ടിനെ പഠിച്ചത്. നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുക. അതുപോലെ എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകൾ കാണുവാൻ വേണ്ടി ഈ ചാനൽ വിസിറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.